ഇവിടെ വന്ന് തപസിരിക്കല്ലേ? സ്റ്റൈലായിട്ടുണ്ട്. ഒരു തൊപ്പിയും കൂടി വെച്ചാ പാടത്ത് നോക്കൂത്തിയായിട്ട് ഇരുത്താം. താൻ എന്തോടെ കരുതിയേ? കയ്യിൽ കുറെ പണവും ബംഗ്ലാവും കാറും സൂട്ടും കോട്ടും ഒക്കെ മദ്യപിച്ച് നടന്നാ എന്നെപ്പോലുള്ള പാവങ്ങൾ ഓച്ചാനിച്ചിരിക്കുന്നോ? നോ സോറി, ഞാനും കുറച്ചു നാള് തന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിന്നു. ഗതികേട് കൊണ്ട് കാലി പിടിച്ചു. എന്നിട്ട് ഞാൻ എനിക്ക് ജോലി ആണോ? സ്റ്റോൺ ഹാർട്ട്, സ്റ്റോൺ ഹാർട്ട്. ഇപ്പൊ ഞാൻ എന്തിനാ വന്നെന്നറിയോ? തന്നെ കൊല്ലാൻ. എന്താടോ തന്റെ നാവിറങ്ങിപ്പോയോ? താൻ എന്തൊന്നും മിണ്ടാത്ത മുതലാളി? മുതലാളി, മുതലാളി, ഞാൻ വരട്ടാൻ വേണ്ടി 4 ഡയലോഗ് കാച്ചതാ. ഒരു ചായ എനിക്ക് മുതലാളി, മുതലാളി. കർത്താവേ, ഈ മനുഷ്യൻ മരിച്ചിരിക്കാണല്ലോ. കർത്താവേ, പിറ്റായിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുക. മുതലാളി ഇവിടെ വന്നിരിക്കുക. താഴെ എല്ലാരും തിരക്കാൻ തുടങ്ങി. ഞങ്ങൾ അവരോട് എന്ത് പറയും? കുടിക്കുന്നതിന് മുമ്പ് ഓർക്കണവരും തലയ്ക്ക് കുടിക്കുമെന്ന്. മുതലാളി വന്നേ. എന്താ ദാസാ ഉണ്ണി? ചതിച്ചോടാ, പറഞ്ഞ പോലെ തന്നെ ചെയ്തു അല്ലേ? എന്തിനായി കടുങ്ക ചെയ്ത്? നിനക്ക് ഭ്രാന്താണോ? എടാ, ഞാനല്ല ഇങ്ങനെ കൊന്നത്. സത്യം, എന്നെ വിശ്വസിക്കും. പിന്നെ ശ്രിഞ്ചോ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കൂടെ സുഖിച്ച് നടക്കണമെന്നപ്പോ എനിക്ക് സഹിച്ചില്ല. മുഖത്ത് നോക്കി 2 വർത്താനം പറഞ്ഞ് ഒന്ന് വരട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നത്, മറ്റൊന്നിനല്ല. ഇവിടെ വന്നപ്പോ ഇത് വെച്ച് മുതലാളി ആരോ കൊന്നിരിക്കുന്ന കണ്ടത്. ഞാനത് ഊരിയെടുത്തത്. ഒരാളെ കൊല്ലാനുള്ള ധൈര്യം എനിക്കിട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ പറയുന്നൊക്കെ ശരിയായിരിക്കാം, പക്ഷെ താഴെ ഇന്നുകൊണ്ട് നീ വിളിച്ചു കൂവിയതൊക്കെ എല്ലാരും കേട്ടതല്ലേ? ഉണ്ണി, നമുക്കിത് പോലീസിൽ അറിയിക്കാം. നടന്നതെല്ലാം ചെന്ന് തുറന്നു പറയാം. കൊന്നതാരാണെന്ന് അവര് തെളിയിക്കട്ടെ. വേണ്ട, പോലീസിൽ അറിയിച്ച ആദ്യം അകത്താവുന്ന ഇവനായിരിക്കും. പിന്നെ നമ്മളും. ജോലി തരാത്തതിന് ഈ പച്ച മുതലാളിയോട് പകരം വീട്ടിയതാണെന്ന് എല്ലാരും പറയൂ. സാക്ഷി പറയാൻ ഒത്തിരി പേരുണ്ട് ഇവിടെ. ഓഫീസ് സ്റ്റാഫ്, തമ്പി സാറ്. പോരെ, നിഷേധിക്കാൻ പറ്റുമോ നിനക്ക്? തെളിവുകളെല്ലാം നിനക്കെതിരാ. അമ്മച്ചിയാ, അകത്തേക്ക് വെക്കോ. ചെല്ലേ. കാല് നിലത്തുറക്കാൻ ഞാൻ ഇങ്ങോട്ട് പോന്നു ഞാൻ അറിഞ്ഞു. അല്ല അമ്മച്ചി, ഇന്നത്തെ ദിവസം മുതലാളിയോട് ഒന്നും സംസാരിക്കണ്ട. സന്തോഷം കാരണം അല്പം ഓവറായി പോയി. വിഷമിക്കണ്ട, തീർന്നു. ഇന്നത്തോടെ എല്ലാം തീർന്നു. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല, ഉറപ്പാ. സത്യമാണോ മോനി പറയുന്നേ? അവനെല്ലാം സമ്മതിച്ചോ?
അത് സമ്മതിച്ചോന്ന്? സമ്മതിച്ചു എല്ലാം സമ്മതിച്ചു. ഇനി മുതൽ ഞങ്ങൾ മുഴുവൻ ശ്രദ്ധയും മുതലാളിയോട് നേർക്കാം. ശ്രദ്ധിച്ചേ പറ്റൂ, ഇല്ലേ ജീവിതം പാഴായി പോകും. അതാ എന്റെ പേടി. അമ്മച്ചി ധൈര്യമായിട്ട് വീട്ടിലേക്ക് വെക്കോ. ഇനി ഞങ്ങൾ വിചാരിക്കാതെ മുതലാളി ഇരുന്നിടത്ത് നനങ്ങില്ല. ചെല്ലേ. ദാസ, നമുക്ക് എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കണം. മുതലാളി മരിച്ചിരിക്കുകയാണെന്ന് അമ്മച്ചി പോലും മനസ്സിലാക്കിയിട്ടില്ല. ഇനി ആരും ആ സത്യം മനസ്സിലാക്കിയായിരുന്നു. ഈ പച്ച മുതലാളി മരിച്ചിട്ടില്ല. ഒന്ന് വന്നിങ്ങേ, ഒന്ന് പോട്ടെ. റെഡി ഒന്ന് മാറിയേ. അടിച്ച് ഫിറ്റായി കൂളിംഗ് ഗ്ലാസും വെച്ചാ. അയ്യോ പാവം, നല്ല ഫിറ്റാ അല്ലേ? ഹലോ, നല്ല ഫിറ്റാ അല്ലേ? ഞാൻ താനല്ല മുതലാളിതാ. താനിത് എവിടെ പോയി കിടക്കുകയായിരുന്നോടോ ഈ പച്ചോ? ഇവരല്ലേ കുറച്ചു മുമ്പ് തന്നെ കൊല്ലുന്ന് പറഞ്ഞ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയേ. അയ്യോ, അതൊക്കെ പണ്ട്. ഈ സാഹിബിനെ കാണുമ്പോ കവാത്ത് മറക്കുന്നൊക്കെ പറയല്ലേ. ഇപ്പൊ അവര് ഭയങ്കര ജോളിയാന്ന്. ഞാൻ അറിയാണ്ട് ഫിറ്റ്. നേരെ ഇരുന്നേ കുടിച്ചൊരുമാരി ചുമ. കടലിലക്കരെ പോണോരെ കാണാ. ഇത് എന്തൊരു ഏർപ്പാടായി പച്ച. ഗെറ്റപ്പ് മാൻ. മൂക്കറ്റം വലിച്ചു കയറ്റിയാൽ മാത്രം പോരാ, നമ്മൾ ആക്റ്റീവ് ആക്കണം, ആരോഗ്യം നോക്കണം. വാ, കടപ്പുറത്ത് വരേണ്ടി ചാട്ടം ചാടാം. കാമോ വരൂ. സാറ് പോയിക്കോ, ഞങ്ങൾ കൊണ്ടുവരാം. കൊണ്ടുവരുവോ? വരണേ. വരുന്ന്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. മുതലാളിക്ക് വേണ്ടി ഞാൻ ഇന്നും തേങ്ങ അടിച്ചു. അതുകൊണ്ട് ഈ പരുവത്തിലായി. ഓ, എന്തൊരു ഗമയാ. ഞാൻ പോവാ. അധിക നേരെ ഇവിടെ ഇരുന്ന പ്രശ്നോ. ഈ പച്ചോ, എന്തൊരു നെറികേടത്. ഞാൻ 10 ഇതുവരെ വിഴുങ്ങി, പക്ഷെ ക്ലച്ച് പിടിക്കുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടല്ലേ അത്. എന്ത്? ഇത് മുതലാളിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല? ഡോക്ടർ പൊതയൻ വിളിക്കുന്നു. ഡോക്ടർ പുതേനോ? ഞാൻ അദ്ദേഹത്തിന്റെ പേഷ്യന്റാ. തലയ്ക്കാണോ? അല്ല, ഹാർട്ടിനാ. ഭാഗ്യം. അവൻ ചെല്ലു. അത് ഈ കോക്ടോയിൽ അടിച്ച് ക്രോപ്ടോയിലായി പോയി. എന്താ ചെയ്യാ? ഇതുവരെ ആർക്കും ഒരു സംശയം ഉണ്ടായിട്ടില്ല. ഉണ്ടാവുന്ന മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. ഇല്ല, നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. അഥവാ പോയാലും നമ്മൾ രക്ഷപ്പെടില്ല. ഈ പച്ച മരിച്ച വിവരം പുറത്തറിയുമ്പോൾ ഇവിടുന്ന് മുങ്ങിയെന്ന ഒറ്റ കാരണം മതി, നമ്മൾ 3 പേരും ആത്താവും. ഇത്തരം സന്ദർഭങ്ങളിൽ ധൈര്യം കൈവിടരുത്. ആലോചിച്ചുള്ള പ്രവൃത്തിയും ബുദ്ധിയും, അതാണ് ഇപ്പോൾ ആവശ്യം. മോനായി, നമുക്കിത് വെച്ചൊരു കളി കളിക്കണം. എന്ത്? മരിച്ചുപോയ ഈ പച്ച മുതലാളിയെ വെച്ച് ജീവനുള്ള ഈ പച്ചനായി കളിക്കണം. മരിച്ചിട്ടില്ല എന്നറിയുമ്പോൾ കൊന്നവരെ വീണ്ടും വരും. എന്തിന്? വീണ്ടും കൊല്ലാൻ. അവരാരാണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. കൈവിട്ട കളിയാ. ഇതൊക്കെ നടക്കൂ? നടക്കും. ഇത് എവിടെയായിരുന്നു? ഞാൻ എവിടേക്ക് തിരക്കെന്നറിയോ? ഞാൻ വിചാരിച്ചു ഒരു യാത്ര പോലും പറയാതെ മായ എങ്ങ് മുങ്ങിന്ന്. ഒരു മിനിറ്റ്, മുതലാളിയോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ അയ്യോ, യാത്രയൊക്കെ നമുക്ക് പിന്നെ പറയാം. പിന്നെ മായോട് എനിക്കൊരു കാര്യം പറയാനുണ്ടോ? ഒന്ന് വരുമോ? വരാന്നേ, ഒന്ന് കണ്ടിട്ട് ഞാൻ ഇപ്പൊ വരാം. അയ്യോ, അത് ശരിയാവില്ല. മുതലാളി ഇപ്പൊ കാണണ്ട, പ്രശ്ന. നോക്കിയേ, എന്താ കോലൊന്നും. ആരൊക്കെ വന്നിരിക്കുന്നു നോക്കിയേ. നോക്കുക. കണ്ടില്ലേ അമ്മേ, ബർത്ത്ഡേ ആഘോഷ. ഇതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ കണ്ടാൽ ശരിയാവില്ല. സൈഡ് പ്ലീസ്, സൈഡ് പ്ലീസ്. ഒരിടം തരുമോ? ഒന്ന് സൈഡ് പ്ലീസ്. എക്സ്ക്യൂസ് മീ, എന്റെ കാലന് വരുന്നു, ഞാൻ ഇപ്പൊ വരാം. ഒരു സംഗതി. ഗാന്ധിജി, എന്താ? ഉപ്പ് സത്യാഗ്രഹം, എന്തോന്ന്? ശാന്തി നികേതൻ, എന്തോ ധാരാളം വേക്കൻസി ഉണ്ടല്ലോ. എന്തൊരു കൊച്ചു വേക്കൻസി തരൂ പ്ലീസ്. ഹലോ ഹലോ മൈ ഡിയർ മരുമോൻ. വിളിക്കാത്ത പാർട്ടിക്ക് വരണ്ട വരണ്ട എന്ന് പലവട്ടം തീരുമാനിച്ചതാണ്. പക്ഷേ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്.
ഇപ്പൊ തന്നെ ഈപ്പച്ചനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ. അയ്യോ ഇപ്പൊ വേണ്ട, കുഴപ്പം അത് ഈപ്പച്ചൻ അല്ല അപ്പച്ചൻ ഫിറ്റ് ആയിരിക്കുക, അതുകൊണ്ടാ. ഓ ഫിറ്റ് തന്നെ. അയ്യോ എങ്കി പിന്നെ ഇപ്പൊ സംസാരിക്കണ്ട. ഇപ്പൊ സംസാരിച്ച ഒട്ടും ശരിയാവില്ല. അങ്കിൾ വന്നേ, ആന്റിയും വാ, ആന്റിയും വാ, വാ 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 വാ. സൈഡ് പ്ലീസ്. വേക്കൻസി പ്ലീസ് പ്ലീസ് പ്ലീസ്. ശത്രുക്കൾ തിരിച്ചു പോയി. മോനെ ഇങ്ങനെ ഇനി ഇവിടെ ഇരുത്തി ഒട്ടും ശരിയാവില്ല. ഓരോരുത്തർ വന്ന് തൊട്ടും പിടിച്ചും കൊളവാക്കുന്നതിന് മുമ്പ് മുകളിലേക്ക് കൊണ്ടുപോകാം, അവിടെ സേഫ്. ആ സേഫ് കുത്തി തുറന്ന് അതിനകത്തുള്ളതെല്ലാം പുറത്തേക്ക് എടുത്തിട്ട് മുതലാളിനെ നമുക്ക് അതിനകത്തേക്ക് കുത്തി കയറ്റാം. അതാണ് കൂടുതൽ സേഫ്. മിണ്ടായിരിക്കടാ. എന്താ മുതലാളി, മുകളിലോട്ട് പോണോ? പോണെന്ന്. വാ വാ. ഒരു ഫോട്ടോ എടുക്കാമോ? താങ്ക് യു. കൊച്ചമ്മണി കൊച്ചമ്മണി, പൊട്ടി പൊട്ടി പൊട്ടി. എന്താ എന്നെ വിളിച്ചത്? എന്റെ കെട്ടിയോനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. എന്നെ പൊട്ടിന്ന് വിളിച്ചു. അയ്യോ പൊട്ടി എന്ന് പറഞ്ഞ കൊച്ചമ്മണിയിലല്ല, മുതലാളിയുടെ ബെൽറ്റ് പൊട്ടി, കാപ്ലിങ് ഹുക്കും പൊട്ടി. ഒരു ഗ്ലാസ് മോര് കേട്ടോ, മോര് മോര്. മോരെന്തിനാ? മോരെന്തിനാ? മോരെന്തിനാണെന്നോ? പാർട്ടിക്കിടെ ഓടി നടന്ന് കുടിച്ചു. അത് കഴിഞ്ഞ് ഒറ്റക്കിരുന്ന് കുടിച്ചു. പിന്നെ അവസാനം ആ പിള്ളേരുമായി കൂട്ടം കൂടി കുടിച്ചു. അങ്ങനെ എല്ലാവരും കൂടി കുടിപ്പിച്ച് മുതലാളിനെ കിടത്തി. നീ കുറച്ച് ശരിയാക്കി കൂട്ടിരിക്കും, ഞാൻ ഇപ്പൊ വരാം. നീ എങ്ങോട്ടീ പോണേ? എന്റെ അമ്മായപ്പനെയും കൂടി ഉണ്ണിയെ കടപ്പുറത്തേക്ക് പോയിരിക്കുക. ഞാനിപ്പോ പോയില്ലെങ്കിൽ പ്രശ്നമാണ്.